क्राइम अलर्ट, जुर्म के खिलाफ आवाज। അത് എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നെ വളരെ ലക്കിയാണെന്നാണ് പറയാറ്. അപ്പം ഞാൻ എന്തു പറയുന്ന വെച്ചാൽ എനിക്കൊരു സുന്ദരിയായ ഭാര്യനെ കിട്ടുന്നത് വരെ ഞാൻ ലക്കിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്നേ. ബിലീവ് മീ, നിനക്കൊരു കാര്യം അറിയോ? ഇതുവരെ ആർക്കും അടുത്ത് ചെന്ന് കാണാൻ പറ്റാത്ത നിലാവിനെ ഞാൻ അടുത്തിരുന്ന് കാണുന്നത് പോലെയാണുള്ളത്. പിന്നെ നിന്നിലുണ്ടാകുന്ന ആ സുഗന്ധം, അത് എന്നെ എന്തൊക്കെയോ ചെയ്യുന്നു. എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്ന്. പറ്റിച്ചല്ലേ? പ്രേമം എന്താന്ന് നീ എന്നെ നന്നായിട്ട് തന്നെ പഠിപ്പിച്ചതാ. പക്ഷേ നീ ഒരു കാര്യം മറന്നുപോയി. ഇനിയും നിന്റെ അടുത്ത് എന്നെ ബന്ധപ്പെട്ട സാധനങ്ങളുണ്ട്. എൻ്റെ അടുത്തൊന്ന് രക്ഷപ്പെടാൻ നീ എത്രത്തോളം ട്രൈ ചെയ്താലും അതൊരിക്കലും നടക്കത്തില്ല. എന്താ പറ്റിയേ? അത് ആക്ച്വലി ഞാൻ കല്യാണത്തിന് മുന്നേ ഒരു ശപഥം എടുത്തിരുന്നു. അതായത് ഞാൻ ദൈവത്തിനോട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ലക്ഷത്തിൽ ഒരു ഹസ്ബൻഡ് നിങ്ങളെപ്പോലത്തെ ഒരാളെ തരികയാണെങ്കിൽ 1 മാസം വരെ ഞാൻ വ്രതം എടുക്കാന്നാ പറഞ്ഞത്. നല്ല തമാശയാണല്ലോ ഇത്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ രാത്രി നമുക്ക് തമാശ പറഞ്ഞ് കളിക്കേണ്ട സമയമല്ല കേട്ടോ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഞാൻ ശരിക്കും ഈ ശപഥം എടുത്തതാണ്. ഇങ്ങനെ കാര്യങ്ങൾ നേർച്ച വയ്ക്കോ? അതുമാത്രല്ല, കല്യാണം ഇപ്പൊ കഴിഞ്ഞില്ലേ? എനിക്ക് നിങ്ങളെപ്പോലത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടാൻ വേണ്ടി ഞാൻ ശബ്ദം എടുക്കണ്ടേ? അതും ഒരു മാസത്തെ കാര്യമേ ഉള്ളൂ. 1 മാസത്തിന് ശേഷം നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരുമിച്ചിരിക്കാമല്ലോ. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ ദേഷ്യപ്പെടരുത്. ഞാൻ ഓരോ ദിവസം എണ്ണിക്കൊണ്ടിരിക്കും. കാരണം 1 മാസത്തിൽ കൂടുതൽ ഒരു ദിവസം പോലും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ശരി, 1 മാസം മാത്രം. അമ്മേ, ഇതാ നിങ്ങളുടെ ചായ. മോളെ, നീ ഇത്ര രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായോ? ആക്ച്വലി എന്റെ അമ്മ പറയാറുള്ളത്, ഏത് വീട്ടിലാണോ മരുമകൾ സൂര്യന് മുന്നേ എണീക്കുന്നത് ആ വീട്ടിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവുമെന്ന്. ശരിക്കും നിന്റെ അമ്മ നിനക്ക് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നാ വളർത്തിയിരിക്കുന്നത്. നിന്നെ പോലെ ഒരു മരുമകളെ കിട്ടാൻ ഭാഗ്യം ഉണ്ടായിരിക്കണം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് അമ്മേ. പിന്നെ ദൈവത്തിനെ സന്തോഷത്തോടെ വെക്കണം. കാരണം എനിക്ക് നിങ്ങളിൽ നിന്ന് ബ്ലെസ്സിങ് കിട്ടിയാൽ എനിക്ക് അത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടേ? ദാ നോക്കുമോളെ, നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ തന്നെ ചെയ്തേക്ക്. ശരി. എടി കൽപ്പന, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഫസ്റ്റ് നൈറ്റ്? ഞാൻ എന്താണോ വിചാരിച്ചത് അങ്ങനെ തന്നെ നടന്നേ.
അയാളെ എൻ്റെ അടുത്തേക്ക് പോലും വരാൻ സമ്മതിച്ചില്ല. അത് മാത്രമല്ല, എൻ്റെ അടുത്തേക്ക് 1 മാസത്തേക്ക് വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ തന്നെ ചെയ്തു കഴിഞ്ഞു. കൊള്ളാം കൊള്ളാം, നീ ഇതേപോലെ തന്നെ നിന്നാ മതി. അവന്റെ മനസ്സ് ഇടം കിട്ടും. അവൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ 1 മാസം കഴിഞ്ഞ് സത്യങ്ങളൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാലും അവന്റെ മനസ്സിൽ നിന്നും അവന്റെ വീട്ടിൽ നിന്നും നിന്നെ പുറത്താക്കാനേ പറ്റില്ല. ആ പിന്നെ അമ്മേ, അദ്ദേഹം ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാട്ടോ. ആ ശരി ശരി മോളെ, നീ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. പിന്നെ മരുമകൻ എപ്പോഴും നിന്റെ കയ്യിലായിരിക്കണം. അല്ല സവിത, നീ എന്താ ഇവിടെ? കൽപ്പന ഇവിടെ ഉണ്ടോ? ഞാൻ തന്നെ വളരെയധികം ടെൻഷനില്ല. എന്റെ മോൾ എവിടെ പോയെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല. അന്വേഷിച്ച് ഞാൻ മടുത്തു പോയി. ഒരു പക്ഷെ ആരെങ്കിലും ലവ് ചെയ്തിട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയി കാണും അവള്. നമസ്കാരം. നമസ്കാരം. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? സൂരജ്, തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എല്ലാരും നന്നായിരിക്കുന്നു. ശരി മോനെ. അല്ല കൽപ്പന, നിന്റെ അമ്മായിയമ്മയുടെ അടുത്ത് എന്തുകൊണ്ട് നമ്മളെ കുറിച്ച് നീ പറയാൻ പാടില്ല? ആക്ച്വലി അമ്മ എന്റെ ഡിസ്റ്റന്റ് കസിൻ ആണ്. മോളെ ഇതാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പുറത്തു പോവാ. 1 അവറിനുള്ളിൽ വരും കേട്ടോ. മോള് കഥ അകത്ത് നിന്ന് കുറ്റിയിട്ടേരെ. ശരി അമ്മ. ശരി മോനെ, വരാ മോനെ. നിനക്ക് എങ്ങനെയാ എന്റെ വീടിന്റെ അഡ്രസ് കിട്ടിയത്? ഹലോ, ഞാൻ നിന്നെ പ്രേമിക്കുവാണ്. നിന്റെ അഡ്രസ് കണ്ടുപിടിക്കുന്ന അത്ര കഷ്ടമൊന്നും അല്ല കേട്ടോ. നോക്ക്, നീ ഇവിടെ വന്നത് ഒട്ടും ശരിയായില്ല. എന്താ, നീ അങ്ങ് ഒരുപാട് മാറിപ്പോയല്ലോ. നോക്കിയ കൽപ്പന, നീ ഒരു കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. എന്താ, നീ ഉണ്ടല്ലോ എനിക്കായിട്ടുള്ളത്. നിന്നെ എന്റെ അടുത്തുനിന്ന് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. മനസ്സിലായോ? എനിക്ക് മതി, ഇതിന് കൂടുതൽ കഴിക്കില്ല. ഏയ്, നിനക്ക് എന്താ പറ്റിയത്? നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. കുടിക്ക്. എങ്കിലും കല്യാണത്തിന് ശേഷം നീ വല്ലാതെ മിണ്ടാണ്ടായിപ്പോയി. അതിനുശേഷം ഈ ഒരു സൈലൻസ് പോലെ നിന്റെ ഭാര്യ തന്നതാണല്ലേ? പുറമെ ഇങ്ങനെ കാണുമ്പോൾ സിനിമയിൽ കാണുന്ന പോലെയൊക്കെ നിനക്ക് തോന്നാം. പക്ഷെ റിയൽ ലൈഫിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നിനക്കറിയോ? എടാ, നീ എൻ്റെ അടുത്ത് ഒരു കാര്യം പറ, ഒരു സത്യം പറഞ്ഞേ. നിന്റെ മാരേജ് ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ടോ? കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. മാരേജ് ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ നിന്റെ വൈഫിനെ കുറിച്ചോ കേൾക്കുമ്പോൾ തന്നെ വളരെ സാഡാവുക നീ. ഹേ ഇല്ല, അതൊന്നുമില്ല, എല്ലാം ഓക്കെ തന്നെയാ. ഇപ്പോഴും നീ കള്ളം തന്നെ പറയുന്നേ. എടാ, നമ്മൾ കൊച്ചു പ്രായം തൊട്ടേ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും എന്നെ പറ്റിക്കാൻ പറ്റില്ല. നിനക്കെന്നെ നന്നായിട്ട് അറിയില്ലേ, എല്ലാ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെ കാണത്തുള്ളൂ. ചേടാ, ശരി, സമ്മതിച്ചു. ഞങ്ങൾക്കിടയിൽ അങ്ങനെ വഴക്കൊന്നൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടേതായ ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ലൈഫ് നീ വിചാരിക്കുന്നില്ല മുഴുവനായിട്ട് തുടങ്ങിയിട്ടില്ലടാ. എന്ത്? പക്ഷെ എന്തുകൊണ്ട്? കാരണം കല്യാണത്തിന് അവള് നേർച്ച വെച്ചതാത്രേ, എന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ 1 മാസം വ്രതം എടുത്തോളാന്ന്. എന്ത് പൊട്ടത്തരമാണിത്? എന്തോ സിനിമ വരുന്ന പോലെയാണല്ലോ നീ പറയുന്നത്. ഐ ഹോപ്പ് അവൾക്ക് പിന്നെ മറ്റേ അഫെയർ പോലത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നുമല്ലടാ. പക്ഷെ ആസ് എ വൈഫായിട്ട് അവൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുന്നുണ്ട്. അവൾ അവളുടെ കടമ ചെയ്യുന്നു, അല്ലാണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ എന്തു കേട്ടോക്കേ, ഞാൻ പറയുന്നൊന്ന് കേട്ടോക്ക്. അവളെ നീ വാച്ച് ചെയ്തോണ്ടിരിക്കേ, മനസ്സിലായോ? പിന്നെ ഫോണൊക്കെ ഇടയ്ക്ക് മെരുകി ചെക്ക് ചെയ്യേ. തീർച്ചയായിട്ടും ഒരു ദിവസം സത്യം മനസ്സിലാവും.
ആ രമേഷ്, സുഖല്ലേ? ഹായ് ആശിഷ്. എടാ, അവൾക്ക് നീ പറഞ്ഞല്ലോ അഫയർ ഒന്നും ഇല്ലടാ. ഞാൻ അവളുടെ കോൺടാക്ട് ലിസ്റ്റ് പിന്നെ ഫോൺ ലിസ്റ്റ് എല്ലാം ചെക്ക് ചെയ്തു. നീ പറഞ്ഞ വിശ്വസിക്കില്ല, അവളുടെ ഫോണിൽ ലോക്ക് പാസ്വേഡ് പോലും ഇല്ലടാ. സത്യമാണോ? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആശിഷ്, നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യാണെന്ന് എനിക്ക് തോന്നുന്നത്. അവളുടെ നേർച്ചയുടെ കാര്യം സത്യമായിരിക്കും. അതുമാത്രല്ല, 1 മാസം കഴിയാൻ ഇനി 1 ദിവസം കൂടി ബാക്കിയുള്ളൂ. അതിനുശേഷം എല്ലാം ഓക്കെ ആകൂടാ. ശരിയടാ, എന്റെ ബോസ് ഒരു ഫയൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ അയച്ചിട്ടുണ്ട്. അതൊക്കെ തീർത്തിട്ട് ഞാൻ പിന്നെ കോൾ ചെയ്യാം. ഓക്കെ? അല്ല, നീ എവിടെയുള്ള? നീ എന്താ വിളിച്ചിട്ട് എടുക്കാത്തത്? ഞാനിവിടെ റെസ്റ്റോറന്റിലുണ്ട്. ഈ സ്ഥലം എന്ത് റൊമാൻറ്റിക്കാന്നറിയാവോ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുവാണ് ഇവിടെ. നിന്നെ ഒന്ന് കാണണം തോന്നുന്നു. സൂരജ് ഒന്ന് മനസ്സിലാക്കുക, എനിക്ക് വരാൻ കഴിയില്ല. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. എനിക്കല്ലേ നിന്നെ കാണണം തോന്നിയത്. ഞാൻ തന്നെ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ തന്നെ വരാം. ഇത് അടിപൊളി തീരുമാനമാ. പിന്നെ ഒരു കാര്യം, ലേറ്റ് ചെയ്യരുത് കേട്ടോ. എനിക്ക് വെയിറ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല, മനസ്സിലായോ? രമേശ്, ഇതെന്താ ഇപ്പോഴും ഉറങ്ങുന്നേ? രമേശ് ഏട്ടാ, രമേശ് ഏട്ടാ. അയ്യോ, എന്ത് ചെയ്യുന്നേ? വിട്ടേക്ക്, അമ്മ ഹോളിലിരിക്കുക. ഞാൻ എന്തിനാ വിടണ്ടേ? ഞാൻ 1 മാസമായിട്ട് വെയിറ്റ് ചെയ്യാതിന് വേണ്ടി. ഞാൻ അന്നേ പറഞ്ഞതില്ല, 1 മാസം കഴിഞ്ഞ് 1 ദിവസം പോലും ഞാൻ വെയിറ്റ് ചെയ്യില്ലെന്ന്. പക്ഷെ ഈ കാര്യങ്ങൾക്കൊന്നും ഈ സമയം ശരിയല്ലല്ലോ അല്ലേ? പക്ഷെ ഞാൻ ഇതിനു വേണ്ടി 1 മാസം വരെ വെയിറ്റ് ചെയ്തില്ലേ? ഇന്ന് രാത്രി മാത്രം. ഓക്കെ, എല്ലാം നിന്റെ ആഗ്രഹം പ്രകാരം നടക്കട്ടെ. കൽപ്പന എന്തിനാ ഫോൺ ചെയ്യുന്നേ? ആ പറയൂ കൽപ്പന. അമ്മ, ഞാനിപ്പോ ഇനി എന്ത് ചെയ്യും? 1 മാസം കഴിഞ്ഞല്ലോ. പിന്നെ ഞാനിപ്പോ എടുത്ത ശബദമല്ലേ, അതിന്റെ കാലാവധി കഴിഞ്ഞല്ലോ. അല്ല, 1 മാസത്തിൽ തന്നെ അമ്മയ്ക്ക് മോന് നിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞോ? അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്, എന്തെങ്കിലും ഏടാകൂടം പറഞ്ഞ് അവനെ ഒന്ന് ഒഴിവാക്ക്. എന്നാലും നിന്റെ അടുത്തേക്ക് വരാതിരിക്കും. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനമ്മേ? അദ്ദേഹം എന്റെ ഭർത്താവാണ്. അദ്ദേഹത്തിന് എന്നിൽ അധികാരമുണ്ട്. ഞാൻ എത്ര നാളായി ഈ കളത്തിനെ ഒളിപ്പിച്ചു വെക്കുക. നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോളെ. അതിനുള്ളിൽ രമേശിനും അവന്റെ അമ്മയ്ക്കും നിന്നോട് നല്ല സ്നേഹം ഉണ്ടാവും. ഓ, ഒരുപക്ഷെ ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാണോ എന്തോ. ഹലോ, ഞാൻ അതാ വന്നോണ്ടിരിക്കുക. കുറച്ച് സമയത്തിൽ വീട്ടിലെത്തും ഞാൻ. ഓക്കെ? ഇല്ല, അതൊന്നുമല്ല. ഒരു കാര്യമുണ്ട്, ഒരു പ്രോബ്ലം പറ്റി. എന്താ? അത് പിന്നെ എനിക്കൊരു പാക്കറ്റ് വേണമായിരുന്നു. നിങ്ങൾ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരുമോ? പിന്നെ 5 ദിവസത്തേക്ക് വേണ്ടിയുള്ള ചെറുത് മതി. അങ്ങനത്തത് വാങ്ങിച്ചാൽ മതി. അതെ, വന്നല്ലോ. പാക്കറ്റ് വാങ്ങിയോ? ശരി, ഇരിക്കേ. ഇന്നാ ഇത് കീറിയതല്ലേ? ഇതിന്റെ പകുതിയിൽ എന്തായാലും നീ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഓപ്പണായ എന്താ, ഇല്ലെങ്കിൽ എന്താ, ഇത് ഉപയോഗിച്ചാൽ മതി. എന്ത് പറ്റി നിങ്ങൾക്ക്? ഒന്നുമില്ല, ഞാൻ അൺലക്കി തന്നെയാ. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്തായാലും 4-5 ദിവസത്തെ കാര്യമല്ലേ, അത് കഴിഞ്ഞിട്ട് എന്തായാലും നടക്കുമല്ലോ. പിന്നെ ഇത് നാച്ചുറൽ അല്ല, അതിന് പിന്നെ എന്ത് ചെയ്യാനാ പറ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര ഡെസ്പറേറ്റഡ് ആണോ അതിനേക്കാളും ഡെസ്പറേറ്റഡ് ആണ് ഞാൻ. രമേശ്, വരുന്നു.
അടിത്തറ തന്നെ വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസത്തെ തന്നെ പരീക്ഷിക്കാനായി തീരുമാനിച്ചു കഴിഞ്ഞാൽ തകരുന്നത് വിശ്വാസമല്ല, അവരുടെ ബന്ധം തന്നെയായിരിക്കും. വിശ്വാസമില്ലാത്ത ഒരു ബന്ധവും നിലനിൽക്കുകയില്ല. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സുധാചന്ദ്രൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രൈം അലർട്ട്. രമേശ് വളരെ സന്തോഷത്തോടെ ഒരു ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പോ അവന്റെ കല്യാണ ജീവിതം വളരെ പരിതാപകരമാണ്. കൽപ്പനയ്ക്ക് ഇക്കാര്യമൊക്കെ വളരെ നന്നായിട്ട് അറിയാം. ഇതിന്റെ ദൂഷ്യഫലങ്ങളും നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, അവൾ വളരെ ഭയന്നിട്ടുമുണ്ട്. എല്ലാം അറിഞ്ഞിരുന്നിട്ട് പോലും കൽപ്പന തന്റെ ഹസ്ബൻഡിനെ, അതായത് രമേശിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പിൽ അവൾക്ക് സന്തോഷമില്ലെങ്കിൽ പിന്നെന്തിനാണ് അവൾ കല്യാണത്തിന് സമ്മതിച്ചത്? ഇതെല്ലാം കാണുമ്പോൾ രമേശിന്റെ മനസ്സിൽ 100,000 ചോദ്യങ്ങളുണ്ടാകും. കാരണം രമേശ് കൽപ്പനയെ സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, അവളെ ഫോളോ ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. രമേശ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ അവന്റെ മാനസിക നില എങ്ങനെയായിരിക്കും? നിനക്ക് അവരവിടെ വെച്ച് എന്നെ പിടിച്ചാ മതിയായിരുന്നല്ലോടാ. നീ എന്തുകൊണ്ട് അവരോടൊന്നും ചോദിക്കാതെ? എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാനെല്ലാം വ്യക്തമായി കണ്ട് മനസ്സിലാക്കിയതല്ലേ. ഇപ്പൊ നിനക്ക് നന്നായിട്ട് മനസ്സിലായില്ലടാ നിന്റെ വൈഫ് അഭിനയിച്ചോണ്ടിരിക്കുവന്ന്. തീർച്ചയായിട്ടും അവക്ക് അഫയർ ഉണ്ടടാ. എടാ, എനിക്ക് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായല്ലോ. നീ എനിക്കൊരു സൊല്യൂഷൻ പറ. ഇതിനാകെ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നീ നേരിട്ട് പോയി അവളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അവളുടെ അടുത്ത് ഈ കല്യാണം അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവരുടെ വീട്ടുകാർ ചേർന്ന് ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചതായിരിക്കാൻ തോന്നുന്നു എനിക്ക്. അവൾ നിന്റെ അടുത്ത് റെഫ്യൂസ് ചെയ്യുന്ന സമയത്ത് നീ ഒന്ന് പോയി സംസാരിച്ച് നോക്ക്. അവൾക്ക് നിന്നെക്കുറിച്ച് അറിയണമല്ലോടാ. നീ വീക്കല്ല, നീ സ്ട്രോങ് ആണ്. നിനക്കറിയാമല്ലോ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടെന്നുള്ള കാര്യം. എന്താ ചെയ്യുന്നത്? എന്നെ ഒന്ന് വിട്. നിങ്ങൾക്കറിയാലോ എനിക്ക് ഒട്ടും വയ്യ എന്നുള്ള കാര്യം. ഞാൻ നിന്റെ റെസ്റ്റ്ലെസ്നെസ് ഒക്കെ മാറ്റി തരാന്നേ. അത് പിന്നെ നോക്ക്, ഇപ്പോഴും എന്റെ അസുഖം മാറിയിട്ടൊന്നുമില്ല. ഇനി എത്ര ദിവസം അഭിനയിക്കാൻ നിന്റെ പ്ലാൻ? നാടകോ? എനിക്ക് വയ്യാത്ത നിങ്ങൾ നാടകമായിട്ട് തോന്നേ? പിന്നെ എന്നെ കണ്ട വിട്ടിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് നീ കരുതിയോ? അയ്യോ, നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത്? മനസ്സിലാവുന്നില്ല. ഭാര്യ ഭർത്താവിന്റെ അടുത്ത് ക്ലോസ് ആയിട്ടിരിക്കുന്നതിന് പകരം ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ക്ലോസ് ആയാലോ? രണ്ടെണ്ണത്തിനെ കൊന്നിട്ട് അവന് സൂസൈഡ് ചെയ്യും. ഞാൻ പക്ഷെ ജസ്റ്റ് അപ്സെറ്റ് ഇല്ലായുള്ളൂ. നോക്ക്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല. അല്ല, എന്നെക്കൊണ്ട് പൊട്ടനാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഞാൻ നിന്നെ നിന്റെ ബോയ് ഫ്രണ്ട് ഒപ്പം കണ്ടല്ലോ ആ റെസ്റ്റോറന്റിൽ വെച്ച്. ഇല്ലാന്ന് പറയും, എന്റെ തോന്നലാണെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ കള്ളം പറയണമെന്ന് പറ. അല്ല, നിങ്ങൾ എന്താണോ കണ്ടത് അത് സത്യമാണ്. പിന്നെ ഒരു കാര്യം സത്യമാണ്, അതെന്റെ മുന്നത്തെ കാമുകനാണ്. പിന്നെ ഞാൻ ഒരു സത്യവും കൂടി ഇപ്പൊ പറയാം. ഞാൻ അയാളെ സ്നേഹിക്കുന്നില്ല ഇപ്പൊ. പക്ഷെ അയാളെ കാണേണ്ടത് എനിക്ക് വലിയ അത്യാവശ്യമായിരുന്നു. എന്തെന്ന് വെച്ചാ, നോക്കിയ കൽപ്പന, ഞാൻ പറയുന്നത് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നീ എനിക്കായിട്ടുള്ളൂ മാത്രമാ, മനസ്സിലായോ? നിന്നെ അത്ര എളുപ്പത്തിൽ ഞാൻ ആർക്കു വേണ്ടി വിട്ടുകൊടുക്കത്തില്ല. നിനക്കത് മനസ്സിലാവണം, മനസ്സിലായോ? പിന്നെ നീയും ഇപ്പൊ ചെവി തുറന്നൊരു കാര്യം കേട്ടോ. നമ്മുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവസാനിച്ചു. ഞാൻ കല്യാണം കഴിച്ചതാ. എന്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. സോ പ്ലീസ്, എന്റെ ജീവൻ തകർത്തത് നിർത്തേക്ക്. അല്ല, നീ എന്തൊക്കെയാ പറയുന്ന കൽപ്പന? ഞാൻ നിന്റെ കല്യാണ ജീവിതം ഒന്നും നശിപ്പിക്കാൻ ഒരിക്കലും തയ്യാറായിട്ടും നോക്കിയിട്ടുമില്ലല്ലോ. അതെനിക്ക് വേണം. പക്ഷേ നിന്നെ എൻ്റെ അടുത്തൊന്ന് പിരിയാനായിട്ട് ഞാൻ ഒരിക്കലും വിടത്തുമില്ല. അതിനുവേണ്ടി നീ എന്നെ മീറ്റ് ചെയ്യാനായിട്ട് നീ വന്നേ പറ്റുള്ളൂ. ഞാൻ നിന്നെ വിളിക്കുമ്പോഴൊക്കെ കേട്ടോ. ഒരിക്കലും ഇല്ല. ഇനി ഞാൻ നിങ്ങളെ കാണാൻ വരില്ല. എന്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എന്നെ ഭയങ്കര വിശ്വാസമാണ്. ആ വിശ്വാസം ഞാൻ ഒരിക്കലും തകർക്കാൻ പോകുന്നില്ല. ഈ വൃത്തികെട്ട നാടകം ഒന്ന് നിർത്ത് കൽപ്പന കേട്ടോ. നിന്റെ ഈ വൃത്തികെട്ട ഭർത്താവും നിന്റെ ഈ കല്യാണ ജീവിതം ഉണ്ടല്ലോ, വെറും 2 മിനിറ്റ് കൊണ്ട് ഞാനിത് നശിപ്പിച്ചു കളെ ഇവിടെ വെച്ച്. ഒരു പക്ഷെ ഞാൻ അവനെ കൊന്നു കുഴിച്ച് മൂടിയാ പോലും പിന്നെ നിനക്ക് അവന്റെ ശവം പോലും തിരിച്ചു കിട്ടത്തില്ലടി. മനസ്സിലായോ? ഇല്ല സൂരജ്, പ്ലീസ്.
പ്ലീസ് ഒന്നും ചെയ്യല്ലേ. ഞാൻ നിന്റെ മുഖത്ത് കൈ തൊഴാം. നീ എപ്പോഴാണോ പറഞ്ഞ എവിടെ വെച്ചാണോ കാണുന്നത് ഞാൻ വന്ന് കാണാം. പ്ലീസ് പ്ലീസ് അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ. ഓക്കെ, ഇത് നിന്റെ അടുത്ത് വെച്ചോ. ഇത് പിടിക്കേ. ഇന്ന ഞാൻ ഇതിലോട്ട് നിന്നെ പേഴ്സണലായിട്ട് വിളിക്കാം. ഇനി ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഈ നമ്പർ അറ്റൻഡ് ചെയ്ത് അങ്ങോട്ട് വന്നേക്കണം. വല്ല നാടകം ഇടാനാ തീരുമാനം എന്ന് വെച്ചാൽ കേട്ടോ. നിന്റെ ഈ കള്ളക്കഥകളൊക്കെ ഞാൻ വിശ്വസിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നിൽ എനിക്കുണ്ടായ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. നിനക്ക് പ്രധാനം ഞാനല്ലാതെ അവനാ. എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതെടുത്തോ, എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ മരിച്ചാലും ജീവിച്ചാലും അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങൾക്ക് വേണമെന്നുള്ളത് ചെയ്തോ. കൽപ്പനയുടെ അമ്മ, ഈ വീട്ടിലേക്ക് അവൾ മരുമകളായി വന്നതിന് ശേഷം ഞാൻ അവളെ സ്വന്തം മോളായിട്ടാ കാണുന്നത്. അറിയാൻ ചേച്ചി, ചേച്ചിയെ പറ്റി മോനെ പറ്റി എപ്പോഴും നല്ലതേ പറയാനുള്ളൂ. നിങ്ങൾ അവളെ നന്നായിട്ടാ സ്നേഹിക്കുന്നേന്ന്. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറഞ്ഞോളൂ. അതെന്താണെന്ന് വെച്ചാ, കുറച്ച് ദിവസത്തേക്ക് അവളെ ഇങ്ങോട്ടൊന്ന് വിടാൻ പറ്റുമോ? അത് എന്തിനാന്ന് വെച്ചാ, എനിക്ക് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ടാ. അവളെ എനിക്ക് കാണാൻ തോന്നുന്നു ചേച്ചി, അതുകൊണ്ടാ ചോദിച്ചത്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മോളെ ഇങ്ങോട്ട് വിട്ടാ നന്നായിരിക്കും ചേച്ചി. തീർച്ചയായും ഞാൻ ഇന്ന് തന്നെ രമേശിനോട് പറഞ്ഞിട്ട് കൽപ്പനയെ നിങ്ങളുടെ വീട്ടിലേക്ക് വണ്ടിയില് പറഞ്ഞയക്കാൻ നോക്കാം കേട്ടോ. അയ്യോ വേണ്ട ചേച്ചി, ചേച്ചി ഞാൻ പറഞ്ഞതിന് സമ്മതിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഞാൻ തന്നെ അങ്ങോട്ട് കാറ് പറഞ്ഞു വിടാം അവളെ കൊണ്ടുവരാൻ. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? അത് പീഡിപ്പിക്കുന്നതിന് സമ. എനിക്കെന്തോ കല്യാണം നടക്കാൻ പോകുന്ന സന്തോഷം കണ്ട് ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിച്ചില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വൈഫിനെ ഇൻസൾട്ടും ചെയ്യാ. ഈ കാര്യത്തെ സംബന്ധിച്ച് വൈഫിൻ്റെ അടുത്ത് സോറി പറയുന്നത് മാത്രമല്ല, ആ എക്സ് ലവറിൻ്റെ അടുത്ത് നിന്ന് അവളെ രക്ഷിച്ചേ പറ്റൂ. നീ എങ്ങോട്ടേക്കാ പോന്നെ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. അങ്ങനെയൊക്കെ സംഭവിച്ചതിന് എനിക്കും കുറ്റബോധമുണ്ട്. പക്ഷെ എൻ്റെ ഇൻറ്റൻഷൻസ് അതൊന്നും ആയിരുന്നില്ല. ഞാൻ എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. ഇന്നലെ രാത്രി സംഭവിച്ചതിനൊക്കെ ഐ ആം എക്സ്ട്രീംലി സോറി. നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞാൻ അത് കാരണമല്ല പോകുന്നതും. ആക്ച്വലി എൻ്റെ അമ്മയുടെ ആരോഗ്യനില അത്ര നല്ലതല്ല. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചായിരുന്നു. അമ്മ കാറും അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പോണം നിനക്ക് അത്ര നിർബന്ധമാണോ? അത്യാവശ്യമായിരുന്നു. പക്ഷെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പോകത്തില്ല. വേണ്ട, അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വിളി വന്നതല്ലേ, നീ തീർച്ചയായിട്ടും പോണം. ഓക്കെ. അറ്റൻഡ് ചെയ്യ്, അറ്റൻഡ് ചെയ്യ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ തന്നെ എടുക്കാം. സൂരജിന്റെ ഫോണോ? സ്പീക്കറിലിടും. ഹലോ ഹലോ, ഞാനേ ഇപ്പൊ സിറ്റി ഹാളിന്റെ പുറത്തുണ്ട് കേട്ടോ. ഒരു റൊമാൻറ്റിക് മൂവിക്ക് വേണ്ടി വന്നതാ ഞാൻ. ഹാഫ് ആൻ അവറിൽ അതും സ്റ്റാർട്ട് ആയേക്കും. നീ പെട്ടെന്ന് വന്നേക്ക്. നോക്കൂ സൂരജ്, ഞാൻ ഇപ്പോഴും വരത്തില്ല, ഇനി ഒരിക്കലും വരാനും പോകുന്നില്ല. അതുകൊണ്ട് നീ എനിക്കിനി ഫോൺ ചെയ്യരുത്. എന്നാ ഓക്കെ, നല്ല കാര്യം. ഒരുപോലെ തന്നെ ദേഷ്യപ്പെട്ട് എനിക്കും ബോറടിച്ചു പോയല്ലോ. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ ശരിക്കും നിന്റെ ഭർത്താവിനെ അങ്ങോട്ട് തട്ടിക്കളയാം. അതിനുശേഷം നിന്നെ ഞാൻ അവിടുന്ന് വിളിച്ചോണ്ട് വന്നേക്കാം. എന്താടാ, ഒന്നും കൂടി പറ. നീ എന്താ പറഞ്ഞേ? നീ എന്താടാ എന്റെ ഭാര്യനെ ബ്ലാക്ക്മെയിൽ ചെയ്യണോ? നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ നിന്നെ കൊന്നുകളയൂടെ ഞാൻ. നിന്നെപ്പോലെ ഒരുപാട് അവന്മാരെ കടതാടാ ഞാൻ. അതെയോ? അപ്പൊ നീ കണ്ടെത്തിയല്ലേ? എന്തായാലും നീ അറിഞ്ഞത് നന്നായെന്നേ ഞാൻ പറയുള്ളൂ. ഒരു പക്ഷെ നീ എന്നേലും മരിച്ചു പോയെന്ന് വെച്ചോ. എന്തുകൊണ്ടായി, എന്തിനു വേണ്ടിയെന്ന് എല്ലാം അറിഞ്ഞിട്ട് നീ മരിച്ചു പോകില്ല, അത് നല്ലതല്ലേ? ഒന്ന് വരട്ടാ, നീ ഒന്ന് പോടാ. നിന്നെപ്പോലെ ഒരുപാട് അവന്മാരെ കണ്ടതാ ഞാൻ. നീ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ റെക്കോർഡാക്കിയിരിക്കുക. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യടാ. ഇപ്പം പ്രശ്നം എനിക്കല്ല, നിനക്കാ. നിനക്കൊരു പാഠം പഠിപ്പിച്ചു തരാൻ ഞാൻ വിടില്ലടാ. ഹലോ എടാ, കോൾ ഒട്ടേതവൻ. നിക്ക്, ഞാൻ അവനെ വിളിക്കാം. അവൻ കോൾ ഒട്ടേതോ. ഞാൻ ആരാണെന്ന് അവനെ കാണിച്ചു കൊടുക്കാം. അവൻ അറിയില്ല.
വേണ്ട 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 പ്ലീസ് 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 ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ നിങ്ങളെ ചേഞ്ച് ആക്കരുത്. നിങ്ങളുടെ നല്ലതിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം. നിങ്ങളത് കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കണ്ണുകളിൽ തന്നെ സ്നേഹമുണ്ട്. എന്റെ ദൈവമേ, എത്ര പ്രാവശ്യം രക്ഷപ്പെടുന്നത് നിനക്കറിയോ? സവിത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് പിന്നെ അമ്മേ, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാ, ഞാൻ പോയി എന്റെ ഭർത്താവിന്റെ അടുത്ത് എല്ലാം പറയാൻ പോവാ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നമുക്ക് എത്ര നാൾ ഈ സത്യം ഇങ്ങനെ മറച്ചു വെക്കാൻ പറ്റും? ഇന്നല്ലെങ്കിൽ നാളെ അത് അറിയാന്നുള്ളതല്ലേ. നീ വിഷമിക്കണ്ട, അങ്ങോട്ട് തന്നെ തിരിച്ചു പോ. അവിടെ പോയി അവരെ രണ്ടുപേരും പരിചരിക്കുമ്പോ അവർക്ക് നിന്നിലുള്ള വിശ്വാസം കൂടുകയുള്ളൂ. അപ്പൊ നിന്നെ പറ്റിയുള്ള സത്യങ്ങൾ പുറത്തറിഞ്ഞാലും അവരത് ദേഷ്യപ്പെടില്ല. നിന്നെ ഒരിക്കലും അവര് തള്ളിക്കളയില്ല. യെസ് ബോസ്. ഒരുപാട് വർക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഫയൽ വീട്ടിലേക്ക് എടുത്തിട്ട് വന്നതാ. എൻ്റെ വൈഫ് നാട്ടിലേക്ക് പോയതാ. അവൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് തപ്പി നോക്കട്ടെ. രമേശ്, ആ ഫയൽ കാണാതെ പോകാൻ നോക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഫയലാണത്. ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ ഓഫീസിൽ ഇരുന്ന് പണിയെടുക്കാൻ പറഞ്ഞത്. പക്ഷേ ബോസ്, എനിക്കൊരു ഹാഫ് ആൻ അവർ ടൈം തരൂ. ഞാനത് കണ്ടുപിടിച്ചിട്ട് കോൾ ചെയ്യാം. ഓക്കെ. ഇത് ഞാൻ കൊടുത്ത പാക്കറ്റാണല്ലോ. പക്ഷെ അവൾ ഇതിൽ നിന്ന് യൂസ് ചെയ്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സത്യം എത്ര കഷ്ടപ്പെട്ട് മറയ്ക്കാൻ ശ്രമിച്ചാലും ആ സത്യം തനിയെ ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. കൽപ്പനയെ ആദ്യം കണ്ടപ്പോ തന്നെ രമേശിന് ഇഷ്ടപ്പെട്ടു. കൽപ്പനയെ പറ്റി ഒന്നും മനസ്സിലാക്കാതാണ് രമേശ് കല്യാണം കഴിച്ചത്. പക്ഷെ ഇപ്പോ അവളെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചിരിക്കുകയാണ്. കൽപ്പന രമേശിനെ അവളുടെ അടുത്തേക്ക് അടുപ്പിക്കാറ് പോലുമില്ല. രമേശിന്റെ അടുത്തു നിന്നും അവൾ വളരെയധികം അകലം പാലിച്ചിരുന്നു. ആ പാക്കറ്റിലെ സത്യമില്ലായിരുന്നു, പിന്നെ വയറുവേദനയുടെ കാര്യം കളവായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ രമേശിന് അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് തോന്നും. സത്യത്തിൽ ഇതിന് സൂരജും കൽപ്പനയും തമ്മിലുള്ള ബന്ധമായിരുന്നു കാരണം. അല്ലെങ്കിൽ കൽപ്പന സൂരജിനെയും രമേശിനെയും പറ്റിക്കാൻ നോക്കിയാണോ? പിന്നെ ഈ സവിത ആരാണ്? ഇടയ്ക്കിടയ്ക്ക് കൽപ്പനയുടെ വീട്ടിലേക്ക് വരുന്ന ആള്. അതേപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? ഇനിയും നിറയെ ചോദ്യങ്ങളുണ്ട്, പക്ഷെ അതിനുത്തരം, ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ കയ്യിലില്ല. അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തിന്? കാരണം അവൾ പ്രഗ്നന്റ് ആണ്. നീ എന്തൊക്കെയാ പറയുന്നത്? ഒന്ന് പോടാം. ദാ നോക്കിയ രമേശ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്ക്. അവൾക്കൊരു ലവർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവള് നീ കൊടുത്ത ആ പാക്കറ്റ് യൂസ് ചെയ്തിട്ടുമില്ല. പക്ഷെ അത് മാത്രമല്ലാണ്ട് അവൾ നിന്നെ അടുക്കാനും വിട്ടില്ല. ശരി, ഇപ്പം നീ തന്നെ പറ, ഒരു പക്ഷെ അവൾ പ്രഗ്നന്റ് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവള്? നിന്റെ ഭാര്യ ഒരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ. നീയോ അതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നീട് നിനക്കും എല്ലാ സത്യവും മനസ്സിലാവും. പക്ഷെ എങ്ങനെ? നമ്മുടെ ഭാഗത്ത് ഇതിനൊരുത്ത് വഴി. കൽപ്പന, കൽപ്പന, നിന്റെ സാധനമൊക്കെ എടുത്തോണ്ട് വേഗം ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക്. എന്തുപറ്റിയമ്മേ? അത് ആ സവിത വന്നിട്ടുണ്ട്. നീ ഇവിടുന്ന് പെട്ടെന്ന് പുറപ്പെട്. ഇതാ പുറത്തെ വാതിൽ വഴി പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അല്ല സവിത, നിങ്ങളോ? അതായിരിക്കട്ടെ, എന്താ തേടുന്നത്? കൽപ്പന എന്തേ പുറത്തു വരാൻ പറ. കൽപ്പന എങ്ങനെ ഇവിടെ കാണാനേ? അവളെയല്ലേ ഞാൻ ദിവസം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റിക്കാൻ നോക്കണ്ട, അവൾ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സവിത, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. ആരും നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇൻഫർമേഷൻ തെറ്റല്ല, നീയാണ് തെറ്റ്. പറയുന്ന കേക്ക്. മര്യാദയ്ക്ക് കൽപ്പന എവിടെയെന്നുള്ള സത്യം എൻ്റെ അടുത്ത് പറഞ്ഞേക്ക്. കൽപ്പനയെ കുറിച്ച് നീ ഒരു സത്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ പോലും ഉറപ്പായിട്ട് ഞാൻ തന്നെ എല്ലാ സത്യവും ഒരു ദിവസം അറിഞ്ഞിരിക്കും. ഞാൻ സത്യം പറയുന്നത്, എനിക്കറിയില്ല. ഓക്കെ,
മോനെ ചായ എടുക്കട്ടെ? വേണ്ടമ്മേ, ഞാൻ കവിതയുടെ വീട് വരുന്ന പോട്ടെ. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലല്ലോ, ഞാൻ ഒന്ന് അതുവരെ ചെന്ന് കണ്ടിട്ട് വരാം. ശരി മോനെ, ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നീ പോയിട്ട് വാ. ശരി അമ്മ, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഞാൻ അവിടെ എത്തിയിട്ട് അമ്മേനെ വിളിക്കാം. അല്ല മോളെ, നീ പെട്ടെന്ന് എത്തിയോ? ആക്ച്വലി എനിക്ക് നിങ്ങളുടെയൊക്കെ ചിന്ത ഒരുപാട് വരുമായിരുന്നു. എന്റെ മനസ്സ് അനുവദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, നീ വന്നത് നന്നായി. ഞാനിപ്പോ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ, നിന്നെയും നിന്റെ അമ്മേനെയും കാണാനായിട്ട് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാണെന്ന്. ശരി അമ്മ, അമ്മ നമുക്ക് എല്ലാവർക്കും ചൂട് ചായ കൊണ്ടുവരും. നീ പോയതിനു ശേഷം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആകെ നല്ല കാര്യം ഉണ്ടായത്. എന്റെ ബോസ് എന്റെ സാലറി ഇൻക്രീസ് ചെയ്ത് തന്നതാ. ഇതൊന്ന് ആഘോഷിക്കാൻ വേണ്ടി ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ടേക്ക് വരായിരുന്നത്. എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വന്ന സ്ഥിതിക്ക് ലെറ്റ് സെലിബ്രേറ്റ്. ഇപ്പൊ വരാം. അല്ല, പക്ഷെ ഇതെന്താ കോൾഡ് ഡ്രിങ്ക് മാത്രോ? അല്ല അല്ല, ഇത് തൽക്കാലം. അടുത്ത ആഴ്ച നമുക്ക് ഊട്ടിയിലേക്ക് പോവാം. ഓക്കേ. Cheers. നിങ്ങളൊന്ന് പുറത്തേക്ക്, ഇവരുടെ കുറച്ച് ടെസ്റ്റ് എടുക്കാനുണ്ട്. പിന്നെ അതിനുശേഷം എന്താണല്ലോ, അതിനുശേഷം മാമാനുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞതേയില്ല. രമേശ് ചേട്ടാ, എന്തു പറ്റി? നീ തന്നെ വായിക്ക്. ഇതെന്താ? എന്താ കാര്യം മോനെ? നീ എന്തിനെ ദേഷ്യപ്പെടുന്നേ? ഇത് എന്തിന്റെ റിപ്പോർട്ടാ? ഇത് റിപ്പോർട്ടല്ല, ഇത്രയും ദിവസം നീ ഞങ്ങളോട് മറച്ചു വെച്ച സത്യം. നിങ്ങളുടെ ഭാര്യ ഒരു സ്ത്രീയല്ല, ഒരു ട്രാൻസ്ജെൻഡർ ആണ്. പക്ഷെ ഈ റിപ്പോർട്ട് ഇതെപ്പോഴാ? ഇന്നലെ രാത്രി നമ്മൾ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചില്ലേ, അതിൽ ഞാൻ മയക്കുമരുന്ന് കലർന്നിരുന്നു. പിന്നെ ഞാൻ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് നിനക്ക് എടുക്കാനുള്ള എല്ലാ ടെസ്റ്റും എടുത്തു. അതിനുശേഷം എനിക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. എനിക്ക് ആദ്യം തന്നെ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തോ ഒരു വലിയ സത്യമാണ് നീ എൻ്റെ അടുത്ത് മറക്കുന്നതെന്ന്. എൻ്റെ വിശ്വാസം എപ്പോഴാണ് ഇല്ലതായത്. അന്ന് നീ എനിക്ക് കോൾ ചെയ്ത് പാഡ്സ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ, അതിൽ നീ ഒന്നുപോലും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അപ്പോഴേ മനസ്സിലായി എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ കാണിച്ചോട്ടെ, നിനക്ക് നാണമില്ലേ? നിന്നെ എത്രമാത്രം ഞാൻ വിശ്വസിച്ചതാ. നീ ഒരു മനുഷ്യനാണോ? ഇല്ല അമ്മ, ഒരു തവണ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ അമ്മ, നീ ഈ റിപ്പോർട്ട് കള്ളാണെന്ന് പറയുമ്പോ ആണോ? നിന്നെ നിന്റെ അമ്മേനെ ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കാൻ പോവാ. രമേശേട്ടാ പ്ലീസ്, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ വരികയായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സ്വയം തന്നെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പ്ലീസ് എന്നോട് ക്ഷമിക്കണം. നീ കാണിച്ച വഞ്ചന എന്റെ ജീവിതകാലം ഒരിക്കലും ഞാൻ മറക്കില്ല. ഇത് നോക്ക്,
കുറച്ച് സമയത്തിനുള്ളിൽ പോലീസ് വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും, പിന്നെ നിന്റെ അമ്മേനെയും. രമേശേട്ടാ പ്ലീസ്, വേണ്ട രമേശേട്ടാ പ്ലീസ്. കൽപ്പന എന്ത് പറ്റും മോളെ? എന്തിനാ കരയുന്നേ? അമ്മേ, രമേശേട്ടന് എല്ലാം മനസ്സിലായി. അദ്ദേഹം എനിക്ക് എന്തോ കലക്കി കുടിക്കാൻ തന്നായിരുന്നു. അതിൽ ഞാൻ മയങ്ങിപ്പോയി. അതിനുശേഷം അദ്ദേഹം എന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എന്നെ ഫുള്ള് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അതിന്റെ റിപ്പോർട്ടും വന്നു. ഇപ്പൊ അദ്ദേഹം പോലീസിനെ വിളിക്കുക. എന്നിട്ട് നമ്മൾ രണ്ടുപേരെയും ചീറ്റിംഗ് കേസിന്റെ അകത്താക്കുമെന്ന് പറയുന്നത്. നമ്മളിപ്പോ എന്ത് ചെയ്യും? നീ വിഷമിക്കണ്ട മോളെ. നിന്റെ അമ്മ ജീവനോടുള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല. ശരി, അതിരിക്കട്ടെ. ആ റിപ്പോർട്ട് എവിടെ? അത് ഇവിടെ തന്നെ റൂമിലുണ്ട്. വളരെ നല്ലത്. നീ ഒരു കാര്യം ചെയ്, ആ റിപ്പോർട്ട് ആദ്യം എടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചോക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അവർക്കൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷെ പോലീസ് ഈ വീട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ മാനം അഭിമാനം ഒക്കെ പോവില്ലേ? എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ വഞ്ചിച്ച ആൾക്കാരെ അങ്ങനെ വെറുതെ വിടാനാണ് അമ്മ പറയുന്നേ? മോനെ, അത് മാത്രമേ വഴിയുള്ളൂ. നീ അവിടെ അമ്മയ്ക്ക് ഫോൺ ചെയ്തിട്ട് വേഗം എവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറ. മോനെ, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ് നഷ്ടപ്പെടുന്നത്. ഫോണും എടുക്കുന്നില്ല. മോനെ, വീണ്ടും വിളിച്ചു നോക്ക്, അവരെടുക്കും. ഇവർ രണ്ടുപേരുമാണ് സാർ എന്റെ മോളോട് ക്രൂരത കാട്ടി ഇവിടെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. ഹലോ, നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നേ? അവര് പറയുന്നതൊക്കെ കള്ളാണ്. അതെ സാർ, സത്യം എന്താന്ന് വെച്ചാ ഇവരും ഇവരുടെ മകളും ചേർന്ന് ഞങ്ങളെ വഞ്ചിച്ചിരിക്കുക. ഇവരുടെ മോൾ ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഒരു പെണ്ണായിട്ട് പോലും വേറൊരു പെണ്ണിനെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി? ഒരു പക്ഷെ എന്റെ മോൾ അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇത്രയും നാൾ എന്ത് ചെയ്യായിരുന്നു? എന്റെ ഇൻസ്പെക്ടർ സാർ, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നെന്ന് വെച്ചാ ഞങ്ങളുടെ അടുത്തൊന്ന് സ്ത്രീധനം വാങ്ങിക്കാനായിട്ടാ. നിങ്ങൾക്ക് ഇതൊന്നും വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്റെ മോളെ പോയെന്ന് നോക്ക്. ഇവരെന്റെ മോളെ എന്താ ചെയ്തേന്ന് അറിയില്ലല്ലോ ദൈവമേ. ആ പെണ്ണെന്തേ? വരൂ സർ, എന്റെ കൂടെ വരൂ സർ. കൽപ്പന, കൽപ്പന, കതവ് തുറക്ക്. കൽപ്പന, നീ ഇങ്ങോട്ട് മാറ് മോളെ. കൽപ്പന, അമ്മയാ വന്നിരിക്കുന്നത്. കതവ് തുറക്ക് മോളെ. കൽപ്പന, കൽപ്പന, എന്റെ മോളെ. എന്തു പറ്റി മോളെ? മോളുടെ ദേഹത്തന്റെ ഈ പാടുകളൊക്കെ കണ്ടില്ലേ സാർ? എന്റെ മോളോട് കാണിച്ച ക്രൂരത. പ്ലീസ്, എന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ എന്നെ അടിച്ച് കൊല്ലും അമ്മേ. പ്ലീസ് അമ്മേ, എനിക്ക് ജീവിക്കണ്ട. മോള് വിഷമിക്കണ്ട, ഞാൻ മോളെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാം. ഇവിടെ വിട്ടിട്ട് പോയില്ല. പക്ഷെ ഈ അമ്മയും മോനുണ്ടല്ലോ, ജയിലിലേക്ക് വിടാതെ ഞാൻ അടങ്ങില്ല. സാർ, ഇവർ പറഞ്ഞതൊക്കെ കള്ളാണ്. അല്ല, ഞാൻ അവളെ തൊട്ടിട്ട് പോലും ഇല്ല. അല്ല, ഞാൻ ഇപ്പൊ സത്യം മനസ്സിലാക്കി തരാം. ഇവര് പറ്റിച്ച ഈ വിവാഹം നടത്തിയത്, അതിനുശേഷം അവൾ എന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഇതിലൊക്കെ സംശയം വന്നതിനെ ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോഴല്ലേ മനസ്സിലായത് അവള് പറയുന്നതൊക്കെ പച്ചക്കള്ളാണ്. അവള് ചീറ്ററാ. ഇൻസ്പെക്ടർ സാർ, ഇവൻ കള്ളം പറയാണ് സാർ. നീ അത് റിപ്പോർട്ട് കാണിച്ച റിപ്പോർട്ട് എന്താ? എന്ത് പറ്റി? ഇൻസ്പെക്ടർ സാർ, അത് റിപ്പോർട്ട് ഈ റൂമിൽ തന്നെ ഉണ്ടായത്. ഞാൻ ഇവിടെ വെച്ചത് സാർ. ഇവള് വലിയൊരു ചീറ്ററാണ്. ഇവള് എന്തെങ്കിലും ചെയ്തതാണോ സാർ? അത് എടി, ആ റിപ്പോർട്ട് എവിടെ? ഇൻസ്പെക്ടർ സാർ, ദാ നോക്ക്, റിപ്പോർട്ട് പോലും ഇല്ലാതെ എന്ത് അടിസ്ഥാനത്തിലാ പറയുന്നത്? സാർ, നിങ്ങൾ ഈ അമ്മയെ മോനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം സാർ. അമ്മയെ മകനെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യ. നിങ്ങളെപ്പോ നിങ്ങളുടെ മോളെ വിളിച്ചോണ്ട് പോ. സൂക്ഷിച്ചു മോളെ. എന്റെ മോക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. സൂക്ഷിച്ച് പിടിക്കവരെ. വിളിച്ചോണ്ട് പോവാ എല്ലാത്തിനെയും. പോവാം. ഞാൻ പറഞ്ഞത് സത്യം സാറേ. ഇവളൊരു കള്ളിയാ. സൂക്ഷിച്ചു വാ മോളെ. പതുക്കെ നടക്ക്. ഒരു മിനിറ്റ് നിൽക്കണ ഇൻസ്പെക്ടർ.
എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? കൽപ്പന എവിടെയാന്ന് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കുക നീ? അന്നേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ കൽപ്പന എവിടെന്നേലും തപ്പിപ്പിടിക്കുമെന്ന്. നിങ്ങളാരാ? നമസ്കാരം ഇൻസ്പെക്ടറെ, എന്റെ പേര് സവിത. ഞാനിവിടെ വന്നതേ കൽപ്പനേനെ വിളിച്ചോണ്ട് പോനാ. അവള് എന്നെ പോലെ തന്നെ ഭയങ്കര പറ്റി ബിരിയാണിയാണ് അവള്. ഇൻസ്പെക്ടർ സാർ, ഇവർ കള്ളം പറയാണ്. ഇത് തീർച്ചയായും ഇവർ രണ്ടുപേരുടെയും പ്ലാൻ ആയിരിക്കും. നിങ്ങൾ എന്ത് വെച്ചാണ് അവളെ ഒരു പറ്റിപ്പിരിയാർ എന്ന് പറയുന്നത്? കറക്റ്റ് 1 വർഷത്തിന് മുമ്പ് എനിക്ക് കൽപ്പനയെ കുറിച്ച് അറിയാമെന്നത്. അന്നൊട്ട് ഞാൻ അവളെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. അന്ന് ഞാൻ അവളെ ഫോളോ ചെയ്യാണ്ടിരുന്നിരുന്നെങ്കിലേ ഈ സത്യമല്ല അതുകൊണ്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇല്ലെങ്കിൽ ഞാനിതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനായിരുന്നു? പക്ഷെ ഈ തെണ്ടിച്ചുണ്ടല്ലോ കൽപ്പനയെ കൊണ്ട് മറച്ചു വെച്ചില്ലേന്നേ. അവള് തന്നെ കൽപ്പനയ്ക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടേ ഞാൻ പോയി ചോദിച്ചപ്പോ അവിടെ ലവറിലൂടെ എവിടെ ഓടി നാപ്പത്തണ്ടിച്ച് എന്റെ അടുത്ത് പറഞ്ഞ്. ഞാൻ വിചാരിക്കുന്നത് അവൾ ആരെയോ പ്രേമിച്ചിട്ട് അവനെയും കൊണ്ട് ഈ നാട് വിട്ടു പോയെന്നാ. പക്ഷെ ഇന്ന് എന്റെ ഇൻഫോർമർ രമേശ് സംസാരിച്ചോണ്ടിരുന്ന എല്ലാം കേട്ട് കഴിഞ്ഞ്. നിങ്ങളുടെ ഭാര്യ ഒരു സ്ത്രീയല്ല, അവരൊരു ട്രാൻസ്ജെൻഡറാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് അവർ ഭാര്യയായിട്ട് പെരുമാറാത്തത്. പറയ സന്തോഷ്. സവിതേച്ചി, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരാൾ വന്നായിരുന്നു. അയാളുടെ പേര് രമേശ് എന്നാ. അയാള് സിദ്ധാർത്ഥ് നഗറിലാണ് താമസിക്കുന്നത്. അത് പിന്നെ അയാള് ഭാര്യയുടെ ടെസ്റ്റ് നടത്തിയായിരുന്നു. അവര് ട്രാൻസ്ജെൻഡർ എന്നാ പറയുന്നേ. പക്ഷെ അപ്പൊ ഞങ്ങക്ക് മനസ്സിലായില്ല. പല വർഷമായിട്ട് ഞങ്ങൾ തരുന്ന കൽപ്പനയുടെ വീട്ടിലോട്ടാ ഞങ്ങള് വരാൻ പോകുന്നുള്ള കാര്യം. നോക്കിയേ സവിത, നിയമപ്രകാരം എല്ലാം എവിടെ ചൊട്ടയിലേ നടക്കത്തുള്ളൂ. വെറുതെ നീ നാവും കൊണ്ട് പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നിന്റെ അടുത്ത് പ്രൂഫ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കേ, നമുക്ക് നോക്കാം. എന്റെ അടുത്ത് എവിഡൻസ് ഉണ്ട്. എന്താ ഇത് നോക്കൂ ഇൻസ്പെക്ടർ. ഞങ്ങൾക്കറിയാം കൽപ്പനയും അവരുടെ അമ്മയും എന്തോ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ എന്തെങ്കിലും അവർ ചെയ്യും ഞാൻ വിചാരിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ടിന്റെ മറ്റൊരു കോപ്പി എടുത്തു വെച്ചത്, ആവശ്യം വരുമെന്നോർത്ത്. ഈ റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ കൽപ്പന ചീറ്ററാന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ നീ രമേശിന്റെ കുടുംബത്തിനെ പറ്റിച്ചത്? എന്തിനാ അവനെ കല്യാണം കഴിച്ചത്? പറയേ. നോക്കേ, മര്യാദയ്ക്ക് എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞേരെ ഇവിടെ. കാരണം നിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും ചോദിച്ചാൽ നീ അത് സഹിക്കത്തില്ല കേട്ടോ. ഇൻസ്പെക്ടർ സർ, ഇതൊന്നും ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ മോള് കൽപ്പന ഒരു ട്രാൻസ്ജെൻഡറായി ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കാര്യം എല്ലാരോടും ഞാൻ മറച്ചു വെച്ചത്. ഈ കാര്യം ആർക്കും അറിയില്ല സർ. പക്ഷെ ഇക്കാര്യം എങ്ങനെയാ സവിത മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിയില്ല സർ. പിന്നെ സവിത ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ ശരിക്കും പേടിച്ചു പോയി സർ. അതുകൊണ്ട് ആ കൽപ്പന അവിടെ നിന്ന് മാറ്റിയത് സർ. ഞങ്ങൾക്ക് ഒരു സാധാരണ കുടുംബം ആവശ്യമായിരുന്നു. ഒരു നോർമൽ ഫാമിലി, എന്നെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി. രമേശ് ചേട്ടനെ അമ്മയും കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് ഇവർ വളരെ നല്ല മനുഷ്യരാ. പിന്നെ എന്നെ നല്ലോണം സ്നേഹിക്കുകയും ചെയ്യും. ഞാൻ വിചാരിച്ചത് ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ ഒരുപാട് സ്നേഹിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിനോട് സത്യം പറയുന്ന സമയത്ത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ഫ്യൂച്ചറിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് നല്ലോണം ജീവിക്കാമെന്ന്. പക്ഷെ ഇവരെന്നെ ചതിച്ചു. ഞങ്ങൾ നിന്നെ പറ്റിച്ചെന്ന് എന്തിനടി പഴിയിടുന്നത്? ഞങ്ങളല്ല നിന്നെ പറ്റിച്ചത്, നീയാ ഞങ്ങളെ പറ്റിച്ചത്. കൽപ്പന, നീ എല്ലാവരുടെ ജീവിതവും ചോദ്യചിഹ്നമായി മാറ്റിയതല്ലേ? തീർച്ചയായിട്ടും ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കൂടി. നീ ഇപ്പൊ വാ ഞങ്ങളുടെ. ഒരു മിനിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ കൽപ്പന ഒരു ക്രിമിനലാണ്. ഇപ്പോഴത്തേനെ ഞങ്ങൾ വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. നിങ്ങൾ നിയമപ്രകാരം പിന്നെ എന്താന്ന് വെച്ചാൽ നോക്കിയാൽ മതി ഇതിനുള്ള പ്രശ്നത്തിനൊക്കെ. മനസ്സിലായെന്ന് തോന്നുന്നു. അവരൊന്ന് വിളിച്ചോണ്ട് വാ. വരൂ. പല ആൾക്കാരുടെയും വിശ്വാസം എന്താണെന്ന് വെച്ചാ റിലേഷൻഷിപ്പിൽ ഒരാൾ കള്ളം പറയുകയാണെങ്കിൽ അവരുടെ ബന്ധം തന്നെ തകരുമെന്നുള്ളത്. പക്ഷെ അത് സത്യമാണ്. ഇതെല്ലാം വേറെ കഥകളാണ്. കാരണം കള്ളത്തരത്തിൽ ആരംഭിക്കുന്ന ഒരു ബന്ധം വളരെ കാലം നീണ്ടു നിൽക്കില്ല. ഏതെങ്കിലും ഒരു ദിവസം അതിനൊരു തീരുമാനമാവും.
ഇവിടെ കൽപ്പനയുടെ അമ്മ കൽപ്പനയുടെയും രമേശിന്റെയും കല്യാണം നടന്നതിന് ശേഷം രമേശിന്റെ മനസ്സും അവന്റെ അമ്മയുടെ മനസ്സും ജയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അതിനുശേഷം സത്യം പറഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സന്തോഷത്തോടെ ഒരു ജീവിതം ജീവിക്കാമെന്നും വിചാരിച്ചു. ഒരു വിധത്തിൽ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു തെറ്റുമില്ല. പക്ഷേ അവരോട് സത്യം തുറന്നു പറയാതെ ഇവര് തന്നെ ഈ വിഷയത്തിൽ തീരുമാനമെടുത്ത് കല്യാണം നടത്തിയത് വളരെ തെറ്റാണ്. ഈ സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം രമേശിനും അവന്റെ അമ്മയ്ക്കും ഈ സത്യങ്ങളൊന്നും ഉൾക്കൊള്ളാനായില്ല. മാത്രമല്ല, ഇപ്പോ കൽപ്പനയ്ക്കും അമ്മയ്ക്കും നല്ലൊരു ശിക്ഷ കിട്ടിയിരിക്കുന്നു. നിങ്ങളോട് ഞാൻ ഇപ്പോൾ വിട പറയുന്നു, നിങ്ങളുടെ സുധാചന്ദ്രൻ. വീണ്ടും ഇനിയൊരു നടന്ന സംഭവമായി കണ്ടുമുട്ടാം. അതുവരെ ബി സേഫ്, ബി അലേർട്ട്. കണ്ടുകൊണ്ടേയിരിക്കൂ ക്രൈം അലേർട്ട്, അനീതിക്കെതിരെയുള്ള പോരാട്ടം.